ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യൂറോപ്യൻ കൺട്രി കാണണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു വിസിറ്റിംഗ് വിസയിലെങ്കിലും വന്ന് ഇവിടുത്തെ ഫുഡ്, കൾച്ചർ, സൊസൈറ്റി, ഇവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. ഞാനും അതുപോലെ തന്നെ എനിക്ക് ചെറുപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്നത്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ഒരു 4-5 വർഷത്തെ ഹാർഡ് വർക്ക്, എൻ്റെ ആഗ്രഹം ഇതെല്ലാം എന്നെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിൽ എത്തിച്ചു. പക്ഷേ ഇവിടെ ഞാൻ എന്താ പറയുക, സ്ഥിരമായിട്ടൊരു ജോലിയായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഞാനിപ്പോൾ ഉള്ളത് ക്രൊയേഷ്യയിലാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഒരു 2 വർഷമായി. പക്ഷേ വന്ന് കുറച്ച് നാൾ ഞാൻ ജോലി ഇല്ലാതെയൊക്കെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് ജോലിയായി. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഇനി ഇപ്പോൾ ഒരുപാട് പേര് വരാനിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വന്ന് പെട്ടുപോയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വന്നിട്ടുള്ള തുടക്കക്കാരുണ്ടാവും. ഇങ്ങനെയുള്ളവർക്കൊക്കെ എൻ്റെ വീഡിയോസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാനിവിടെ എത്തിയതെന്നും, അല്ലെങ്കിൽ ഞാൻ നടത്തിയ പ്രോസസ്സ് എന്തൊക്കെയാണെന്നും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ജോലിക്ക് കയറിയതെന്നും, ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇവിടെ കഴിച്ചു കൂട്ടിയതെന്നും എല്ലാം ഞാൻ ഓരോ വീഡിയോസിൽ ഞാൻ പറയാം. അപ്പം എന്നെക്കുറിച്ചും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുക തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫെസിലിറ്റീസ് വളരെ കുറവാണ് ഇവിടെ. അതായത് എൻ്റെ കയ്യിൽ ഒരു നോർമൽ ഫോണും ഒരു ഹെഡ്സെറ്റും മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ വേറെ വമ്പൻ സെറ്റപ്പൊന്നുമില്ല. എനിക്ക് അത് വാങ്ങിക്കാനുള്ള ഇതൊന്നും എനിക്ക് ആയിട്ടില്ല. അതായത് ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് 8 മാസമായെങ്കിൽ പോലും ഞാൻ നിവർന്ന് നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വമ്പൻ സെറ്റപ്പിൽ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. ഒന്നാമത്തെ കാര്യം അറിയില്ല, രണ്ടാമത്തെ കാര്യം എൻ്റെ കയ്യിലുള്ള സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാണുന്നവരതൊന്ന് ക്ഷമിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഓർക്കും ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോയി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ, കേരളത്തിലെങ്ങാനും നിന്ന് കഴിഞ്ഞാൽ വല്ല കൂലിപ്പണി ചെയ്ത ദിവസം 1000 കിട്ടുള്ളൂ നിങ്ങൾ ഓർക്കും. പക്ഷേ എൻ്റെ സ്വപ്നം അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടൊരു സ്വപ്നം യൂറോപ്പിൽ വരിക എന്നുള്ളത് തന്നെയാണ്. അത് ചിലപ്പം വിജയമാകാം, പരാജയമാകാം, പക്ഷെ അത് നേടിയെടുത്തു. ഞാനിവിടെ വന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിളിംഗ് പീരീഡ് എനിക്കുണ്ടായിരുന്നു. ആ സ്ട്രഗിളിംഗ് പീരീഡിൻ്റെ അപ്പോഴും എനിക്ക് എൻ്റെ വേറൊരു ഇതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ കണ്ട സ്വപ്നം ഞാൻ നേടിയെടുത്തു. അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വിജയമാണ്. അത് പിന്നീട് ചിലപ്പോൾ ഫ്ലോപ്പായി മാറാം. അതൊക്കെ എൻ്റെ കയ്യിലിരിക്കും പോലെ ഇരിക്കും. അതൊക്കെ ഞാൻ എൻ്റെ സ്ട്രഗ്ലിംഗ് പീരീഡും എനിക്ക് എങ്ങനെ ജോലി കിട്ടിയെന്നും, ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്നും, ഞാൻ താമസിക്കുന്ന വീടും എല്ലാം ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ കാണുന്നത് കടുക് കൃഷിയാണ്. അതായത് പക്ഷേ ഇത് നമ്മുടെ ക്രൊയേഷ്യയിൽ കൂടുതൽ ആൾക്കാരും കൃഷി ചെയ്യുന്നത് സ്വകാര്യ ഉടമസ്ഥതയിലാണ്. അപ്പോൾ ഇതിങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്തൊന്നും പരന്നു കിടക്കുകയൊന്നുമില്ല. സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലത്ത് അവർക്കുള്ള പരിമിതമായ സ്ഥലത്ത് അവർ കൃഷി ചെയ്യും. നല്ല ഭംഗിയല്ലേ ഉള്ളത് കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ചോളം കൃഷിയാണ്. ചോളം കൃഷി എന്ന് പറയുന്നത് കരിഞ്ഞുണങ്ങിയാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം അത് വിളവെടുക്കാറായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചക്കുള്ളിൽ അവർ മെഷീനൊക്കെ ആയിട്ട് വന്നിട്ട് അത് വിളവെടുത്ത് കൊണ്ടുപോകും. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നല്ല രസമാണ് കാണാനായിട്ട്. ആ വീഡിയോ 2-3 ആഴ്ചക്കുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതും എല്ലാം സ്വകാര്യ ഉടമസ്ഥതയിലുള്ളത് തന്നെയാണ്. ഇവിടുത്തെ കൃഷിയെക്കുറിച്ച് പറയാനാണെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തം GDPയുടെ ഏകദേശം 10% താഴെയാണ് ഇവിടുത്തെ കൃഷി. ഇവിടെ മിക്കവാറും ഇവർ കൃഷി ചെയ്യുന്നത് കയറ്റുമതിക്ക് തന്നെയാണ്. അതായത് ഇവരുടെ അയൽ രാജ്യങ്ങളായ ഇറ്റലി, ബോസ്നിയ, സ്ലൊവാനിയ, സെർബിയ ഇവിടങ്ങളിലൊക്കെയാണ് ഇവർ കൃഷി കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ക്രൊയേഷ്യയിലെ ഡോഞ്ച് ഗ്രാഡ്ജിയത്തിലെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ ഹൊഡോസാൻ ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിനെ കുറിച്ച് പറയാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ലൈഫ്, ഇവിടുത്തെ ആളുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ്, ഇവരുടെ ഫെസ്റ്റിവൽസ് എല്ലാം നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് ഓരോന്നിനെക്കുറിച്ചും ഞാൻ ഓരോ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വരാനിരിക്കുന്നവർക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ക്രൊയേഷ്യ സ്വപ്നം കാണുന്നവർക്ക്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി സ്വപ്നം കാണുന്നവർക്ക് ഞാൻ ഇനി വരും വീഡിയോസ് ഞാൻ എങ്ങനെയാണ് വന്നതെന്നും, എങ്ങനെയാണ് ഞാൻ ഇവിടത്തേക്കുള്ള വിസ ഒപ്പിച്ചതെന്നും, എങ്ങനെയാണ് ഞാനിവിടെ ജോലിയില്ലാതെ കഴിച്ചു കൂട്ടിയതെന്നും, എങ്ങനെയാണ് ഞാൻ ജോലി ഒപ്പിച്ചതെന്നും എല്ലാം ഞാൻ ഇനി വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മലയാളികൾ വളരെ കുറവാണ്. എല്ലാം എനിക്കറിയാത്ത ഭാഷകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. എങ്ങനെയാണ് ഞാൻ ഇവിടെ സർവ്വവേദിച്ച് പോകുന്നതെന്നുള്ളതെല്ലാം ഞാൻ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.